2025 ഇന്ത്യൻ വിപണിയിൽ മികച്ച ബിസിനസ് പ്രകടനം കാണിക്കുന്ന ഒരു വലിയ ഘടകം അതിന്റെ ദീർഘകാല വളർച്ചാ സാധ്യതകളാണ്. അതിന്റെ അടിസ്ഥാനമാക്കി നിക്ഷേപകർക്ക് മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ഉയരുന്നു. വിപണി ഉപഭോഗം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിജിറ്റൽ നവീകരണവും, കാർഗോ ഗതാഗതം, പൈപ്പ്ലൈനുകൾ, നവീന വൈദ്യുത വാഹനങ്ങൾ, ക്രമീകരണ മേഖലകളിൽ ഉയർന്ന വളർച്ചാ സാധ്യതകൾക്കുള്ള ഓഹരികൾ വ്യാപകമായ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. നിക്ഷേപകർക്ക് 2025 മികച്ച വളർച്ചാ സാധ്യതകളും മികച്ച വരുമാനവും പ്രദർശിപ്പിക്കാൻ സാധ്യത ഉള്ള സ്റ്റോക്കുകളെ നോക്കാം. PNC ഇൻഫ്രാടെക് ലിമിറ്റഡ്. PNC ഇൻഫ്രാടെക് ലിമിറ്റഡ് 1999 ഓഗസ്റ്റ് 9 PNC കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡായി സംയോജിപ്പിച്ചു. കമ്പനിയെ 2001 ഒരു ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റുകയും 2007 PNC ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം, നിർമ്മാണം, മാനേജ്മെന്റ് കമ്പനികളിൽ മുൻനിരയിലുള്ള ഒന്നാണ് PNC ഇൻഫ്രാടെക് ലിമിറ്റഡ്. ഹൈവേകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, പവർ ട്രാൻസ്മിഷൻ ലൈനുകളും ടവറുകളും, എയർപോർട്ട് റൺവേകൾ, വ്യാവസായിക മേഖല വികസനം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കമ്പനി ഏറ്റെടുക്കുന്നു. Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 56.07%, FII 10.05%, DII 25.5%, പബ്ലിക് 8.39%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 909, ഏണിംഗ് പെർ ഷെയർ 35.45, റേഷ്യോസ് 17.54. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 574, 52 വീക്സ് ഹൈ 574, ലാസ്റ്റ് വീക്സ് ഹൈ 319. PNC ഇൻഫ്രാടെക്കിന്റെ സ്റ്റോക്ക് 11% ഗണ്യമായി വർദ്ധിച്ചു. ഷെഡ്യൂളിന് മുമ്പായി ഒരു ഹൈവേ പ്രോജക്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം പുതിയ ഉയരങ്ങളിലെത്തി. 2024 ഡിസംബർ 31 മുമ്പായി NHAI ഹൈവേ പ്രോജക്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം കമ്പനിക്ക് 738 കോടി ബോണസ് ലഭിച്ചു. ഈ നേരത്തെ പൂർത്തീകരണം ഓഹരി വിലയെ ഗുണപരമായി ബാധിച്ചു. ഇത് കമ്പനിയുടെ കഴിവിലുള്ള നിക്ഷേപകരുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. സമയപരിധി പാലിക്കാനും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നൽകാനും. ക്വാർട്ടർ ടു ഫലങ്ങൾ. വരുമാനം. PNC ഇൻഫ്രാടെക് വാർഷിക വരുമാനത്തിൽ 24.25% ഇടിവ് രേഖപ്പെടുത്തി. 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ ടുൽ 1463.82 കോടി വരുമാനം നേടി. ത്രൈമാസ അടിസ്ഥാനത്തിൽ മുൻപാദത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 33.4% കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി. ലാഭം. കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം 43.57% ഗണ്യമായി കുറഞ്ഞു. 2025 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ ടുൽ 83.46 കോടി രൂപയായി. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ പാറ്റ് 85.49% കുറഞ്ഞു. ഇത് വരുമാനത്തിൽ ഗണ്യമായ മാന്ദ്യത്തെ സൂചിപ്പിക്കുന്നു. ലാഭ മാർജിൻ. കമ്പനിയുടെ ലാഭ മാർജിൻ വർഷം തോറും 25.51% കുറഞ്ഞു. 2025 ക്വാർട്ടർ ടുൽ 5.70% മാർജിൻ. ത്രൈമാസ താരതമ്യവും ലാഭവിഹിതത്തിൽ 78.21% ഇടിവ് രേഖപ്പെടുത്തി. വരുമാനത്തിലും മാർജിനുകളിലും ഇടിവുണ്ടായിട്ടും PNC ഇൻഫ്രാടെക്കിന്റെ ഓർഡർ ബുക്ക് ശക്തമായി തുടരുന്നു. മഹാരാഷ്ട്ര സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 2039.6 കോടി രൂപയുടെ റോഡ് പ്രോജക്റ്റ് കമ്പനി നേടിയെടുത്തിട്ടുണ്ട്. ഇത് ഭാവിയിലെ വളർച്ചാ വീക്ഷണത്തെ ശക്തിപ്പെടുത്തുന്നു. കൂടാതെ കമ്പനിയുടെ 2024 ഓർഡർ മൂല്യം ഇതിനകം തന്നെ അതിന്റെ 2023 ഓർഡർ മൂല്യത്തെ മറികടന്നു. 2025 നിക്ഷേപകർക്ക് ഇത് ഒരു മികച്ച ഓപ്ഷൻ ആക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. KPID ടെക്നോളജീസ് ലിമിറ്റഡ്. KPID ടെക്നോളജീസ് ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ്.
അത് ഓട്ടോമോട്ടീവ് കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് ഗവേഷണ വികസന സേവനങ്ങൾ നൽകുന്നു. KPIT എന്നറിയപ്പെടുന്ന കമ്പനിയുടെ ആസ്ഥാനം പൂനെയിലാണ്. ഇന്ത്യയ്ക്ക് പുറമെ യൂറോപ്പ്, USA, ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിലും വികസന കേന്ദ്രങ്ങളുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 39.47%, FII 20.95%, DII 17.52%, പബ്ലിക് 21.11%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 599, ഏണിംഗ് പെർ ഷെയർ 21.95, റേഷ്യോസ് 27.7. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1928, 52 വീക്സ് ഹൈ 1928, ലാസ്റ്റ് വീക്സ് ഹൈ 1503. KPIT ടെക്നോളജീസ് കഴിഞ്ഞ 3 വർഷമായി ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. ഒരു ഷെയറിന്റെ വരുമാനം 59.13% വളർച്ചയും 33.76% വരുമാന വളർച്ചയും നേടി. കമ്പനി ശക്തമായ സ്റ്റോക്ക് ട്രെൻഡുകൾ നിലനിർത്തുന്നു. ഇത് നിക്ഷേപകർക്ക് ആകർഷകമായ ഓപ്ഷനായി മാറുന്നു. കഴിഞ്ഞ 12 മാസങ്ങളിൽ KPIT മുൻ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 11.07% വർധന രേഖപ്പെടുത്തി. 54,108.05 കോടി വരുമാനം രേഖപ്പെടുത്തി. ക്വാർട്ടർ ടു ഫലങ്ങൾ. അറ്റാദായ വളർച്ച. ക്വാർട്ടർ ടുൽ KPIT ടെക്നോളജീസ് അറ്റാദായത്തിൽ 44% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 141.4 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 203.7 കോടി രൂപയിലെത്തി. ഈ വളർച്ച കമ്പനിയുടെ ശക്തമായ പ്രകടനവും ലാഭക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കഴിവും അടിവരയിടുന്നു. വരുമാന വളർച്ച. മൂന്നാം പാദത്തിൽ കമ്പനി 18.61% വരുമാന വളർച്ച പ്രതീക്ഷിക്കുന്നു. അതിന്റെ ലാഭം 19.29% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രവചനങ്ങൾ ഓട്ടോമോട്ടീവ് ടെക്നോളജി മേഖലയിൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ, ഓട്ടോണമസ് ഡ്രൈവിംഗ് സൊല്യൂഷനുകൾ തുടങ്ങിയ മേഖലകളിൽ കമ്പനിയുടെ ഉറച്ച സ്ഥാനം പ്രതിഫലിപ്പിക്കുന്നു. സെക്ടർ ഫോക്കസ്. KPIT ടെക്നോളജീസ് ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന്റെ സ്മാർട്ട് മൊബിലിറ്റി, ഇലക്ട്രിക് വാഹനങ്ങൾ, ഓട്ടോണമസ് ഡ്രൈവിംഗ് സിസ്റ്റങ്ങൾ എന്നിവയുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ ഫോക്കസ് ഗതാഗതത്തിലെ സുസ്ഥിരതയ്ക്കും സാങ്കേതിക നവീകരണത്തിനുമുള്ള ആഗോള പ്രവണതകളുമായി യോജിപ്പിക്കുന്നു. KPIT ടെക്നോളജീസ് വരുമാനത്തിലും ലാഭവളർച്ചയിലും ശക്തമായി പ്രവർത്തിക്കുന്നു. കമ്പനിയുടെ സ്ഥിരതയാർന്ന പോസിറ്റീവ് പ്രകടനം, പ്രത്യേകിച്ച് ക്വാർട്ടർ ടുലെ അറ്റാദായത്തിൽ 44% വർധനവ്, നിക്ഷേപകർക്ക് ഇത് ഒരു വാഗ്ദാന സ്റ്റോക്കാക്കി മാറ്റുന്നു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമോട്ടീവ് ടെക്നോളജി മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന്റെ വളർച്ചാ സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2025 നിക്ഷേപകർക്ക് ഇത് ഒരു മികച്ച ഓപ്ഷൻ ആക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. 2025 കടക്കുമ്പോൾ KPIT ടെക്നോളജി പോലുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകൾ 2025 ശക്തമായ വളർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. നവീകരണത്തിലും വ്യവസായ പ്രവണതകളോട് പൊരുത്തപ്പെടുത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. KPIT ടെക്നോളജി അതിന്റെ സ്ഥിരമായ വരുമാനവും ലാഭവളർച്ചയും, പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ്, സാങ്കേതിക അധിഷ്ഠിത മേഖലകളിൽ ഒരു പ്രധാന സ്റ്റോക്കായി വേറിട്ടു നിൽക്കുന്നു. PNC ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പോലുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ സവിശേഷമായ വളർച്ചാ അവസരം വാഗ്ദാനം ചെയ്യുന്നു. സാമ്പത്തിക പ്രകടനത്തിൽ ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കും ഷെഡ്യൂളിന് മുമ്പായി പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള കഴിവും അതിന്റെ പ്രവർത്തന കാര്യക്ഷമതയെ എടുത്തുകാണിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കുന്ന സർക്കാർ സംരംഭങ്ങൾക്കൊപ്പം ഈ മേഖലയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ PNC മികച്ച സ്ഥാനത്താണ്. ഈ സ്റ്റോക്കുകൾ 2025 ദീർഘകാല പ്രോഫിറ്റ് സ്വന്തമാക്കാനുള്ള ശക്തമായ അവസരങ്ങൾ അവതരിപ്പിക്കുന്നു. Thank you.